പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും തേജസ്സുറ്റതും ആത്മവീര്യമുള്ളതുമായ നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഒറ്റ ഉത്തരമേയുള്ളൂ, അത് കാർത്തികയാണ്. ആകാശഗംഗയിലെ 6 കൃത്തികമാരുടെ സംരക്ഷണത്തിൽ വളർന്ന സ്കന്ദന്റെ തേജസ്സും സകല ചരാചരങ്ങൾക്കും പ്രകാശമേറുന്ന സൂര്യന്റെ ഭരണാധികാരവും സർവ്വതിനെയും ഭസ്മമാക്കി വിശുദ്ധമാക്കുന്ന അഗ്നിദേവന്റെ സാന്നിധ്യവും ഒത്തുചേരുന്ന നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2026 മാർച്ച് മാസം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദിയാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ നിശ്ചയദാർഢ്യമുള്ളവരും സത്യസന്ധരുമാണ്. താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് വാദിക്കുന്ന കടുംപിടുത്തക്കാരല്ല നിങ്ങൾ. മറിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിനു വേണ്ടി ലോകത്തോട് മുഴുവൻ പൊരുതാൻ മടിക്കാത്ത പോരാളികളാണ്. ഈ പോരാട്ട വീര്യം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വിജയങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുകളും വരുത്തിയിട്ടുണ്ടാകാം. എന്നാൽ 2026 മാർച്ചിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ അഗ്നി കൂടുതൽ പ്രകാശപൂർണമാവുകയും എന്നാൽ നിയന്ത്രിതമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് 2026 മാർച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത്? ജ്യോതിഷപരമായ ഗ്രഹനിലകളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ലെങ്കിലും കാലത്തിന്റെ ചക്രഗതിയിൽ ഈ മാസം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങൾ, തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾ, സാമ്പത്തികമായ ഇടുക്കങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഒരു മോചനം ഈ മാസം സാധ്യമാകുന്നു. കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലും ബാക്കി 3 പാദങ്ങൾ ഇടവക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ വീര്യവും ശുക്രന്റെ സൗന്ദര്യവും ഒരുപോലെ ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. മാർച്ചിലെ വസന്തകാലം പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിലും ചില ഗുണപരമായ മാറ്റങ്ങൾ ഈ മാസം പ്രകടമാകും. നിങ്ങളുടെ വാക്കിന് ഇന്ന് മുൻപത്തേക്കാൾ മൂർച്ച കൂടും. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരും. നിങ്ങളൊരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ, വിതച്ച വിത്തിന് ബലം ലഭിക്കാത്തതിൽ വിഷമിക്കുകയാണെങ്കിൽ 2026 മാർച്ച് നിങ്ങൾക്ക് നൽകുന്ന സൂചന ക്ഷമയോടെ കാത്തിരിക്കുക, ബലങ്ങൾ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. ഈ മാസത്തെ ബലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നാം പ്രധാനമായും ഊന്നൽ നൽകുന്നത് നിങ്ങളുടെ കർമ്മപഥത്തിലെ ഉണർവിനും കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പത്തിനുമാണ്. പലപ്പോഴും പുറമെ കടുപ്പക്കാരായി തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹത്തിന്റെ നറുനെയ് സൂക്ഷിക്കുന്നവരാണ് കാർത്തികക്കാർ. ആ നെയ്യുരുകി സ്നേഹമായി ഒഴുകേണ്ട സമയമാണിത്. തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കാനാണ് എന്ന് ഈ മാസത്തെ അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. സാമ്പത്തികമായി ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണോ എങ്കിൽ അതിനുള്ള അടിത്തറ പാകേണ്ട മാസമാണിത്. ഭാഗ്യമെന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒന്നല്ല, മറിച്ച് ശരിയായ സമയത്തെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളുടെ ബലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. ആ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തിയും വിവേകവും അഗ്നിദേവൻ നിങ്ങൾക്ക് ഈ മാസം നൽകുന്നു. ആത്മീയമായി നോക്കിയാൽ നിങ്ങളുടെ ഉള്ളിലെ ശരിതെറ്റുകളെ വേർതിരിച്ചറിയാനുള്ള ഒരു ഉൾപ്രേരണ ഈ മാസം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ലൗകികമായ വിജയങ്ങൾക്കിടയിലും എവിടെയോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ശൂന്യത നികത്താനുള്ള ആത്മീയമായ വഴിത്തിരിവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജന്മമാണ്. പഴയ ദോഷങ്ങളെ ചുട്ടരിച്ച് കളഞ്ഞ് പുതിയ പ്രതീക്ഷകളുടെ പ്രകാശത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുകയാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഈ മാറ്റം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സർക്കാർ ജോലിയിലോ സ്വകാര്യ മേഖലയിൽ ഉയർന്ന തസ്തികകളിലോ അലങ്കരിക്കുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സ്വാഭാവികമായ നേതൃപാടവം സഹപ്രവർത്തകർക്കിടയിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം നേടിക്കൊടുക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും ചില അസൂയാലുക്കളായ സഹപ്രവർത്തകർ നിങ്ങളുടെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ഔദ്യോഗിക കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ പകുതിയോടെ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള അനുകൂല സാഹചര്യങ്ങൾ തെളിയും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാസം സമ്മിശ്ര ഫലമായിരിക്കും. മുൻപ് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ സാധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, അഗ്നിസംബന്ധമായ ബിസിനസ്സുകൾ, ആഭരണ വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. വിദേശ രാജ്യങ്ങളുമായി ബിസിനസ് ബന്ധമുള്ളവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. പുതിയ വിസയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണ് 2026 മാർച്ച്. മാസത്തിന്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായി ചില വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. എന്നിരുന്നാലും പഴയ കടങ്ങൾ തീർക്കുന്നതിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് ഈ മാസം നിയന്ത്രിക്കണം. കുടുംബത്തിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുയോജ്യമാണ്. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. പെട്ടെന്നുള്ള ലാഭത്തിനായി നടത്തുന്ന
നടത്തുന്ന ഊഹക്കച്ചവടങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ അല്പം കർക്കശ സ്വഭാവക്കാരായതിനാൽ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നത് ദാമ്പത്യ സൗഖ്യം വർദ്ധിപ്പിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. എങ്കിലും മാസത്തിന്റെ അവസാന വാരങ്ങളിൽ ദമ്പതികൾക്കിടയിൽ നല്ലൊരു ധാരണയും സ്നേഹവും വളരും. ഒരുമിച്ച് ചെറിയ യാത്രകൾ പോകാൻ അവസരം ലഭിക്കും. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ ഉള്ള ബന്ധത്തിൽ ചെറിയ അകൽച്ച വരാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുക. സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികമായോ അല്ലാതെയോ സഹായങ്ങൾ ലഭിക്കാം. മക്കളുടെ പഠനകാര്യത്തിലോ വിവാഹകാര്യത്തിലോ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള മാസമാണിത്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന്റെ ബലം ലഭിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായ സമയമാണ്. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. കണ്ണുകൾക്കും ദഹന വ്യവസ്ഥയ്ക്കും പ്രത്യേകം ശ്രദ്ധ നൽകുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നത് വഴി ഉദര രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. മാനസികമായി സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗയോ ലഘുവായ വ്യായാമങ്ങളോ ശീലമാക്കുക. പഴയകാല അസുഖങ്ങൾ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാം. അതിനാൽ കൃത്യമായ പരിശോധനകൾ നടത്തുക. ആത്മീയമായി വലിയൊരു ഉണർവ് അനുഭവപ്പെടുന്ന മാസമായിരിക്കും ഇത്. ജീവിതത്തിലെ ചില സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ആത്മീയ ചിന്തകളിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥയാത്രകളും മനസ്സിന് സമാധാനം നൽകും. സന്ധ്യാസമയത്ത് വീട്ടിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് കുടുംബത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാൻ സഹായിക്കും. മന്ത്രജപം, ധ്യാനം എന്നിവയ്ക്കായി സമയം മാറ്റിവെക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലുള്ള ദേഷ്യവും അക്ഷമയും കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമായി ഭവിക്കും. ജോലി സംബന്ധമായും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായും ദൂരയാത്രകൾ വേണ്ടിവരും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. അമിത വേഗത ഒഴിവാക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ അന്ധമായി വിശ്വസിക്കരുത്. ചില പഴയ സുഹൃത്തുക്കൾ വഴി പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കാർത്തിക നക്ഷത്രക്കാർക്ക് സത്യം തുറന്നു പറയാനുള്ള പ്രവണത കൂടുതലായിരിക്കും. എന്നാൽ മാർച്ചിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. നിങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് പരുഷമായി തോന്നാനിടയുണ്ട്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്ന വാശി ഈ മാസം ഒഴിവാക്കണം. ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ മികച്ച ബലം ലഭിക്കൂ. ധൃതിപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും മുതിർന്നവരോടോ വിദഗ്ധരോടോ അഭിപ്രായം തേടുക. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനമസ്കാരം ചെയ്യുന്നതും ആദിത്യ ഹൃദയം ജപിക്കുന്നതും തൊഴിൽപരമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. വിളക്ക് തെളിയിക്കുമ്പോൾ അഗ്നിദേവനെ സ്മരിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. ചുവന്ന വസ്ത്രമോ ഗോതമ്പോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ദോഷശാന്തിക്ക് നല്ലതാണ്. 2026 മാർച്ച് മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണെങ്കിലും ആത്മവിശ്വാസത്തോടെയും അച്ചടക്കത്തോടെയും നീങ്ങിയാൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് മനസ്സമാധാനം നിലനിർത്തും. സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടാവുമെങ്കിലും അത് കരുതലോടെ കൈകാര്യം ചെയ്യണം. ആത്മീയമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തിലെ ശരിയായ ദിശ കാണിച്ചു തരികയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ നശീകരണത്തിനല്ല മറിച്ച് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ഈ മാസം നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം വരും മാസങ്ങളിൽ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും.